ഫ്രാൻസിസ് ജോർജ് എന്നൊക്കെ പറഞ്ഞാൽ കേരള പൊളിറ്റിക്സിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന ആളല്ല. പാർലമെൻറ്റിൽ നല്ലൊരു പ്രസംഗം ചെയ്യണം, അത് കേരളത്തിലുള്ളവർ കാണണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, സാർ എൻ്റെ മുഖത്തുനിന്ന് ക്യാമറ മാറ്റി സാർ, ക്യാമറ എൻ്റെ നേർക്ക് വയ്ക്കാൻ പറയണം എന്ന് പറയും. ലോക്സഭ ടി വി ഇങ്ങനെ ഫിക്സ് ചെയ്ത് സ്ക്രൂ മുറുക്കി അയാളിരുന്ന് ഉറങ്ങിയാൽ മതിയോ, ഒരാളെ മാത്രം കാണിച്ചുകൊണ്ട്? ഇടയ്ക്കൊന്ന് പാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമല്ലോ. സമ്മതിക്കില്ല രാഹുൽ ഗാന്ധി. പ്രതിപക്ഷത്തെ ആരും സമ്മതിക്കില്ല, ക്യാമറ ഞങ്ങളുടെ നേർക്ക് വേണം. ഇതിനർത്ഥം ഇവർ പാർലമെൻ്ററി ഡിബേറ്റിലല്ല പങ്കെടുക്കുന്നത്, ഇവർ തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തുകയാണ് എവരി ടൈം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ അങ്ങനെയല്ലേ ആണ്, സംസാരിക്കുന്ന ആളിൻ്റെ നേർക്ക് ക്യാമറ വയ്ക്കുക എന്നുള്ളത് ഇവരെല്ലാവരും ചേർന്ന് സമ്മതിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും കൂടുതൽ സമയം പ്രധാനമന്ത്രിയുടെ നേർക്കായിരിക്കും. ഇടയ്ക്കൊന്ന് പാൻ ചെയ്യും, അതിൽ പ്രധാനമന്ത്രി പരിഭവിക്കാറുമില്ല. സാർ ക്യാമറ പോയി സാർ, തിരിച്ചു കൊണ്ടുവരാൻ പറയൂ സാർ എന്നൊന്നും പറയാറ്. ക്യാമറ അതിൻ്റെ ജോലി ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളായിട്ടാണ് ലോക്സഭയും രാജ്യസഭയും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ മുൻപിന്നോട്ടമില്ല. പാകിസ്ഥാനും ഗുണം കിട്ടുകയാണ്, കിട്ടിക്കോട്ടെ, നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടണം, സ്വന്തം പട്ടാളത്തിന് ദോഷം ആയിക്കോട്ടെ എന്ന്. അതിനല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. കേരളത്തിലെ ഒരു ഇതില്ലേ, പട്ടാളക്കാരൻ മരിച്ചെങ്കിൽ മരിച്ചു, അതിനല്ലേ അവൻ ജോലിക്ക് കയറുമ്പോൾ തന്നെ അവനറിയാമല്ലോ ഏത് നിമിഷം എന്താ ഇത്ര വലിയ പുക കൊണ്ട് നടക്കാൻ. ഇങ്ങനെയുള്ള വാദം, ഇതാണ് ഇവരുടെ മനസ്സിൽ.